ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവദിന ധ്യാനത്തിനായി നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാനുള്ള ഈ അവസരം കർത്താവ് ഒരുക്കി തന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. IPC ഗബ്രൻ ഹ്യൂസ്റ്റൺ നിങ്ങളെ എല്ലാവരെയും വളരെ ആദരവോടുകൂടെ ഈ ദൈവദിന ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ നാമം ചൊല്ലി വന്ദനവും അറിയിക്കുന്നു. പ്രാർത്ഥിച്ച് നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ ദൈവദിന ധ്യാനം ആരംഭിക്കുവാനായി പോകുകയാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കണ്ണുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ അടച്ച് ദൈവസന്നിധി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവമായ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ഒരവസരം കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാനായി സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തന്നതുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലെന്നേക്ക് സ്ഥിരമാക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം, തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമുള്ള ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കേണ്ടതിന് കർത്താവിൻ്റെ പാദപീഠത്തിൽ അടുത്തു വരുവാൻ അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അവസരവും ഭാഗ്യവും തന്നല്ലോ. കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ ഒരുമിച്ച് സമർപ്പിക്കുന്നു. ദൈവവചനം ധ്യാനിപ്പാൻ, പഠിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാനൊക്കെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. പേരുപേരായി അവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പാടുവാനും പ്രാർത്ഥിക്കുവാനും കൃപ തരണം. മഹത്വം മുഴുവനും കർത്താവ് എടുക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. നാം ഒരുമിച്ച് പാട്ടുകൾ പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനായി പോകുകയാണ്. പാട്ടുകൾ പാടുമ്പോൾ ചേർന്ന് കരങ്ങളൊക്കെ അടിച്ച് പാടി സന്തോഷത്തോടെ നമ്മുടെ കർത്താവിനെ ആരാധിക്കാമല്ലോ. സകല മഹത്വവും നമ്മുടെ കർത്താവിന് അർപ്പിക്കാം. ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. ലോകനാടന്റെ നിത്യനാടാം ലോകം ഇന്നും ഞാൻ കാണുക നിത്യത. സ്വർലോകനാടന്റെ നിത്യനാടാം ലോകം ഇന്നും ഞാൻ കാണുക നിത്യത. ഹായ പ്രേമമേ ഹാമേ ലോകമേ, ഹായ പ്രേമമേ ഹാമേ ലോകമേ, ഇന്നും ഞാൻ കാണുക നിത്യത. സ്വർലോകദൂതൻ സ്നേഹിതരയ്ക്കായി സേവകത്വം ചെയ്യുന്നവർ. സ്വർലോകദൂതൻ സ്നേഹിതരയ്ക്കായി സേവകത്വം ചെയ്യുന്നവർ. ദൈവസന്മുഖേ നിന്നിടുന്നവർ, ദൈവസന്മുഖേ നിന്നിടുന്നവർ, ദൈവമുഖം കണ്ടിടുന്നവർ, ദൈവമുഖം കണ്ടിടുന്നവർ. സ്വർഗസ്ഥനിഷ്ടമനുഷ്ഠിപ്പോരാടുവൻ അപ്പനും അമ്മയും സോദരൻ. സ്വർഗസ്ഥനിഷ്ടമനുഷ്ഠിപ്പോരാടുവൻ അപ്പനും അമ്മയും സോദരൻ. ദൈവത്തിൻ വേലക്കാർ ഉത്തമ സാക്ഷികൾ, ദൈവത്തിൻ വേലക്കാർ ഉത്തമ സാക്ഷികൾ. വാഗ്ദത്തം പ്രാപിച്ച സിദ്ധന്മാർ, വാഗ്ദത്തം പ്രാപിച്ച സിദ്ധന്മാർ. സ്വർഗത്തിലാണെന്റെ മന്ദിരം, അഴിയാത്ത മാർഗത്തിലാണതിൻ വേലകൾ. സ്വർഗത്തിലാണെന്റെ മന്ദിരം, അഴിയാത്ത മാർഗത്തിലാണതിൻ വേലകൾ. എത്ര മനോഹരം, എത്ര വസസ്ഥലം, എത്ര മനോഹരം, എത്ര വസസ്ഥലം. തത്ര കർത്താവ് കുന്നിതാ, തത്ര കർത്താവ് കുന്നിതാ. യേശുദാനൻ സമ്പത്താകുന്നൻ നിക്ഷേപം മോക്ഷത്തിലാ നശിക്കില്ലത്. യേശുദാനൻ സമ്പത്താകുന്നൻ നിക്ഷേപം മോക്ഷത്തിലാ നശിക്കില്ലത്. ഈ ലോകലാഭങ്ങൾ ചപ്പും കുപ്പയും, ഈ ലോകലാഭങ്ങൾ ചപ്പും കുപ്പയും. ഇപ്പോഴും ഛേദമെന്നെണ്ണുന്നേ, ഇപ്പോഴും ഛേദമെന്നെണ്ണുന്നേ. ഓ ഈ ലോകലാഭങ്ങൾ ചപ്പും കുപ്പയും, ഓ ഈ ലോകലാഭങ്ങൾ ചപ്പും കുപ്പയും. എപ്പോഴും ഛേദമെന്നെണ്ണുന്നേ, എപ്പോഴും ഛേദമെന്നെണ്ണുന്നേ.
സ്വർലോകഭാഗ്യമെന്നിമ്പമേ. ഓ മായമായേ ഈ ലോകഭാഗ്യമേ. ഓ മായമായേ ഈ ലോകഭാഗ്യമേ. സ്വർലോകഭാഗ്യമെന്നിമ്പമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഒരവസരം കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാനായി കർത്താവ് തന്നതുകൊണ്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ധന്യനായ പൗലോസ്ലീഹയുടെ ഏറ്റവും മനോഹരമായ റോമാലേഖനത്തെ ആസ്പദമാക്കി വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയമാണ് സവിസ്തരമായി നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളാണ് കഴിഞ്ഞ പല ആഴ്ചകളായി നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് പൗലോസ് സവിസ്തരമായി പങ്കുവയ്ക്കുന്ന 3 അധ്യായങ്ങൾ 9, 10, 11 ഈ 3 അധ്യായങ്ങളിലെ ചിന്തകളാണ് നാം ഒരുമിച്ച് ധ്യാനിക്കുവാൻ കർത്താവ് നമുക്ക് അവസരമൊരുക്കി തന്നത്. 11-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിച്ചിട്ട് ആ പ്രധാനപ്പെട്ട ആശയങ്ങളെ ഒന്നുകൂടെ ഓർത്ത് അതൊന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 11-ാം അധ്യായം അതിന് 30 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിൻ്റെ മനസ്സറിഞ്ഞവനാർ, അവന് മന്ത്രിയായിരുന്നവനാർ, അവന് വലുത് മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആകുന്നുവല്ലോ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. പൗലോസ് ഇസ്രായേലിനുള്ള ബന്ധത്തിൽ വളരെ സവിസ്തരമായി ധാരാളം ചിന്തകൾ പങ്കുവയ്ക്കുവാൻ സമയമെടുത്ത് പങ്കുവെച്ച അധ്യായങ്ങളാണ് ഈ 3 അധ്യായങ്ങൾ. ഈ ഓരോ അധ്യായങ്ങളിലും ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച്, ഇസ്രായേലിൽ സംഭവിച്ച പരാജയത്തെക്കുറിച്ച്, ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന മഹനീയമായ ദൈവ പദ്ധതികളെക്കുറിച്ചൊക്കെ വളരെ സവിസ്തരമായിട്ടാണ് പൗലോസ് വിശദീകരിപ്പാനിടയായത്. റോമിലുള്ള ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട ഗൗരവമായ സന്ദേശങ്ങളും ദൈവവചനത്തിൻ്റെ സത്യങ്ങളും വളരെ മനോഹരമായി കർത്താവിൻ്റെ ദാസനായ പൗലോസ് കൈമാറിക്കൊടുക്കുവാൻ തയ്യാറായി. അങ്ങനെയൊക്കെ കൈമാറി വന്ന 11-ാം അധ്യായത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെക്കുറിച്ച് ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്ന ചില വാക്യങ്ങളാണ് നമ്മൾ ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൽ വായിക്കുവാനിടയായത്. 11-ാം അധ്യായം അതിന് 30 മുതലുള്ള വാക്യങ്ങളാണല്ലോ നമ്മൾ വായിച്ചത്. കഴിഞ്ഞ ചില ആഴ്ചകളായി പൗലോസ് അപ്പോസ്തലൻ പങ്കുവെക്കുന്ന പ്രധാനപ്പെട്ട ചില ചിന്തകൾ ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പൗലോസ് കൈമാറാനായി ശ്രമിക്കുന്നത്. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ റോമിലുള്ള ദൈവമക്കൾ അറിയണമെന്ന് പൗലോസ് ആഗ്രഹിച്ചു. റോമിലുള്ള ദൈവമക്കൾ മാത്രമല്ല, നിങ്ങളും ഞാനും ഒക്കെ അറിയണമെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ആ ആഗ്രഹങ്ങളെ പൗലോസ് സ്വതസിദ്ധമായ ശൈലിയിൽ ദൈവമക്കൾ മനസ്സിലാകുന്ന ഭാഷയിൽ ഇവിടെ കൈമാറുന്നത് വളരെ ശ്രദ്ധേയമാണ്. 4 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. അതിലെ 1-ാമത്തെ കാര്യം ദൈവത്തിൻ്റെ പരമാധികാരമാണ്. സോവറിനിറ്റി ഓഫ് ഗാഡ്. ഏത് കാര്യം ദൈവം ചെയ്യുമ്പോഴും അതിന് പിമ്പിൽ ദൈവത്തിൻ്റെ പരമാധികാരമാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. ആ പരമാധികാരത്തെ ഓർത്തിട്ടാണ് പൗലോസ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. ജാതികളെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുവാൻ പൗലോസ് വിശദീകരിക്കുന്ന ചിന്ത ശ്രദ്ധിക്കണം. ജാതികളെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ചെയ്യുന്ന ദൈവപ്രവൃത്തിയെക്കുറിച്ച് പൗലോസ് പറഞ്ഞു വരുമ്പോൾ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പരമാധികാരമാണത്. നിങ്ങളും ഞാനും ഒന്നും നിശ്ചയിക്കുന്ന പോലെ അല്ല ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. ഏതൊരു കാര്യത്തിലാണെങ്കിലും
ദൈവത്തിൻ്റെ പരമാധികാരം ദൈവം വെളിപ്പെടുത്തുകയാണ്. ആ പരമാധികാരം ഇസ്രയേലിന് കാഠിന്യം ഭവിക്കുവാൻ ഇടയാക്കുന്നതിൽ ദൈവം വെളിപ്പെടുത്തി. ഇസ്രയേലിന് കാഠിന്യം സംഭവിച്ചപ്പോൾ ജാതികളായവർക്ക് ദൈവകൃപയിലേക്ക് വരുവാൻ അവസരമുണ്ടായി. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? അതിൻ്റെ മറുപടി പൗലോസ് പറയും, പരമാധികാരിയാണ് ദൈവം. ഏതൊരു കാര്യത്തിൻ്റെ പിൻപിലും ദൈവത്തിൻ്റെ പരമാധികാരം ദൈവം വെളിപ്പെടുത്തുന്നു. അപ്പോൾ ആ ചിന്ത നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയതാണ്. നിങ്ങളും അതതുപോലെ മനസ്സിലാക്കാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ആകസ്മികമായി ഒന്നും സംഭവിക്കുന്നില്ല. ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം, നിത്യനിർണയപ്രകാരം സകലവും ദൈവം ഭംഗിയായിട്ട് നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇന്ന് എവിടെയാണെങ്കിലും, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലാണെങ്കിലും, നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകൾ എന്തു തന്നെയാണെങ്കിലും മറന്നു പോകാതെ നിങ്ങൾ അറിയണം, ഓർക്കണം, പരമാധികാരിയാണ് ദൈവം. ആ പരമാധികാരം ദൈവം വളരെ ഭംഗിയായി എല്ലാ കാര്യത്തിലും നിർവഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൗലോസ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. പരമാധികാരിയായ ദൈവം വളരെ മനോഹരമായി തൻ്റെ പദ്ധതികൾ എല്ലാവരുടെയും ജീവിതത്തിൽ നിവർത്തിക്കുന്നു എന്നത് അറിഞ്ഞുകൊണ്ടും ഓർത്തുകൊണ്ടും ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ആ ദൈവഭക്തൻ തയ്യാറാകുന്നു. പൗലോസ് പറയുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്നാണ്. അതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ പ്രത്യേകത. ദൈവം വാഗ്ദത്തങ്ങളെ മറക്കുന്നവനല്ല. മനുഷ്യൻ വാഗ്ദത്തങ്ങൾ മറക്കും, മനുഷ്യൻ വാക്കുമാറ്റും, മനുഷ്യൻ ഓരോ ദിവസവും മാറി മറിയും. അവരുടെ ജീവിതത്തിലും രീതികൾക്കും സ്വഭാവങ്ങൾക്കും എല്ലാം മാറ്റങ്ങളുണ്ടാകും. പക്ഷെ ദൈവത്തിന് യാതൊരു മാറ്റവും ഇല്ല. ദൈവിക വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല. പൗലോസ് ഓർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ഇൻ്റഗ്രിറ്റിയാണ്. ദ ഇൻ്റഗ്രിറ്റി ഓഫ് ഗാഡ്. അത് വളരെ ശ്രേഷ്ഠമായ ഒരു വസ്തുതയാണ്, ദൈവത്തിൻ്റെ ഇൻ്റഗ്രിറ്റി. നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയാണ്. എങ്ങനെയൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ ദൈവം സംരക്ഷിക്കും. ദൈവം അവരെ സംരക്ഷിക്കുക മാത്രമല്ല, ദൈവം അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള സകല വാഗ്ദത്തങ്ങളും ഏറ്റവും ഭംഗിയായി ദൈവം നിവർത്തിക്കുമെന്നതാണ്. ഇന്ന് ലോകത്തിൽ മുഴുവൻ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് ഇന്ന് മാത്രമല്ല, എത്രയോ കാലഘട്ടങ്ങളായി ഇസ്രായേൽ ജനത്തിനെതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ ലോകരാജ്യങ്ങളൊക്കെ ഒരുമിച്ച് കൂടി ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തിയ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം അവരെ കൈവിട്ടില്ല. ദൈവത്തിന് അവരെ കൈവിടാൻ പറ്റില്ല. കാരണം തിരുവെഴുത്ത് പറയുന്നു, ഇസ്രായേൽ എൻ്റെ സ്വന്തം ജനമാണ്, എൻ്റെ മകനാണ്, എൻ്റെ മകളാണ്. അവരെ ദൈവത്തിന് മറക്കാൻ പറ്റില്ല. ആര് മറന്നാലും, അവർക്കെതിരെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ദൈവത്തിന് മറക്കാൻ പറ്റില്ല. പൗലോസ് പറയുന്നത് ദാറ്റ് ഈസ് ദ ഇൻ്റഗ്രിറ്റി ഓഫ് ഗാഡ്. അതാണ് ദൈവത്തിൻ്റെ ഇൻ്റഗ്രിറ്റി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പ്രോമിസ്, ദൈവം പറഞ്ഞ വാക്കുകൾ അതുപോലെ നിവർത്തിക്കുവാൻ ദൈവം കാണിക്കുന്ന ജാഗ്രത, ആ ശുഷ്കാന്തി നമുക്ക് മറക്കാൻ പറ്റില്ല. ഇസ്രായേലിനെ ഇതുവരെ നിലനിർത്തിയതിൻ്റെ കാരണവും ദൈവത്തിൻ്റെ ആ ഇൻ്റഗ്രിറ്റി തന്നെയല്ലേ. ഞാനത് പറയുമ്പോൾ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഇൻ്റഗ്രിറ്റിയെ നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മോട് കാണിച്ചിട്ടുള്ള സകല ഫേവറിൻ്റെയും റീസൺ എന്ന് പറയുന്നത് ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ള അരുളപ്പാടുകളും ദൈവിക വാഗ്ദത്തങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവം മറക്കുന്നില്ല. അത് ദൈവത്തിൻ്റെ ഇൻ്റഗ്രിറ്റിയാണ്. കാരണം മറന്നു കളയാൻ ദൈവം ഒരു മനുഷ്യനല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നനായ പൗലോസ്ലീഹ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടത്, ഓർപ്പിക്കുന്നത്, ഒന്ന് ദൈവത്തിൻ്റെ പരമാധികാരം, രണ്ട് ദൈവത്തിൻ്റെ ഇൻ്റഗ്രിറ്റി, വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാനുള്ള ദൈവത്തിൻ്റെ സമർപ്പണം, ദൈവത്തിൻ്റെ ജാഗ്രത. അതാണ് രണ്ടാമത്തെ കാര്യം. പൗലോസ് പറയുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇറ്റ് ഈസ് ദ ജനറോസിറ്റി ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ആർദ്രത അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണ. അങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ വായിക്കുന്നത്. 30 വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ
കരുണ ലഭിച്ചതുപോലെ. അപ്പോൾ പദം ശ്രദ്ധിക്കണം, കരുണ ലഭിച്ചതുപോലെ. അടുത്ത വാക്യം, നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു എന്ന പൗലോസ് പറഞ്ഞു വരുന്നേ. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ ആർദ്രതയും ദൈവത്തിൻ്റെ കരുണയുമാണ് ഇപ്പോൾ പൗലോസ് ഓർപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് ഏറ്റവും അധികം അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു കൂട്ടർ ജാതികളാണ് എന്നതാണ് സത്യം. കാരണം ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സ്വന്തം ജനതയാണ്. ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്തം ജനതയായിരിക്കുമ്പോൾ ആ ജനതയെക്കുറിച്ചല്ലേ സത്യത്തിൽ ദൈവത്തിന് കരുണ തോന്നേണ്ടത്. പക്ഷേ ആ ജനതയെ ദൈവം അല്പകാലത്തേക്കൊന്ന് മാറ്റി നിർത്തി. അവർക്ക് കാഠിന്യം ഭവിച്ചു. അവരെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ വലിയ പ്രതിസന്ധിയിലൂടെയൊക്കെ അവർ കടന്നുപോയ ചരിത്രമാണ് നാം വായിക്കുന്നത്, മനസ്സിലാക്കുന്നത്. എന്താണ് ദൈവത്തിൻ്റെ ജനമായി ഇസ്രായേൽ ജനം ഇത്ര വലിയ കാഠിന്യത്തിലൂടെ, ബുദ്ധിമുട്ടിലൂടെ, പീഡനത്തിലൂടെ, ഉപദ്രവത്തിലൂടെയൊക്കെ കടന്നു പോകുവാൻ ഇടയായത് എന്നത് ഗൗരവമായൊരു ചോദ്യമാണ്. അതിൻ്റെ ലളിതമായ മറുപടി, ഈ ജനത ഇത്ര വലിയ പ്രതിസന്ധിയിലൂടെ ഒരു രാജ്യം കടന്നു പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജാതികൾക്ക് ഈ ദൈവകൃപയിലേക്ക് വരാനിടയാകണം. അവർക്ക് കരുണ ലഭിക്കണം. ജാതികൾക്ക് കരുണ ലഭിക്കുവാൻ ദൈവം ഇസ്രായേലിനോട് കാഠിന്യമായി പ്രവർത്തിച്ചു. ഇസ്രായേൽ ചരിത്രം മുഴുവൻ പഠിപ്പിക്കുന്നത് അതൊക്കെ തന്നെയല്ലേ. ഒരു ജാതിയായി, ഒരു രാജ്യമായി, ഒരു സമൂഹമായി ഈ ഭൂമിയിൽ നിൽക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ ലോകരാജ്യങ്ങളെല്ലാം അവർക്കെതിരെ പോരാടിയ പോരാട്ടങ്ങളുടെ ചരിത്രങ്ങളൊക്കെ നമുക്ക് നല്ലതുപോലെ അറിയാം. എല്ലാ കാലഘട്ടത്തിലും ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ലോകം അവരുടെ മുഖം തിരിച്ചിട്ടേ ഉള്ളൂ. ഏതൊരു രാജ്യം ഏത് ക്രൂരകൃത്യം ചെയ്താലും അതിനെയെല്ലാം വിവിധ കാരണങ്ങൾ കൊണ്ട് ന്യായീകരിക്കാൻ ആളുകളുണ്ട്. പക്ഷേ ഇസ്രായേൽ അവർക്ക് ഈ ഭൂമിയിൽ നിൽക്കാൻ പോലും, നിലനിൽക്കാൻ പോലും അനുവാദമില്ല, അവസരമില്ല, അർഹതയില്ലെന്നൊക്കെയാണ് ആളുകൾ വാദിക്കുന്നത്. എന്തെല്ലാം പേരുകളിട്ടൊക്കെയാ ഇസ്രായേലിനെ എല്ലാ കാലത്തും ആളുകൾ വിളിച്ചിട്ടുള്ളത്. ചരിത്രം മുഴുവൻ ഇസ്രായേലിനെതിരെ ലോകരാജ്യങ്ങൾ ചെയ്തിട്ടുള്ള പാതകത്തിൻ്റെ കഥകളൊക്കെയാണ്. അത് നമുക്ക് മറക്കാൻ പറ്റില്ല. അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇന്ന് ഇസ്രായേൽ ജനത്തിനെതിരെ ആളുകൾ ഘോരഘോരം പറയുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ മഹനീയമായൊരു പദ്ധതിയുണ്ട്. അത് ഇസ്രായേലിനുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി. അല്പകാലത്തേക്ക് ദൈവം അവർക്ക് കാഠിന്യം ഭവിക്കുവാൻ അനുവദിച്ചു എന്നതൊക്കെ സത്യമാണ്. പക്ഷെ ദൈവം അവരെ കൈവിടില്ല. എന്താ ദൈവം അവരെ കൈവിടാത്തതിൻ്റെ കാരണം? അവിടെയാണ് പൗലോസ് പറഞ്ഞ 30-ാം വാക്യത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചു. എന്താണ് പറഞ്ഞതെന്നറിയാമോ? ജാതികൾ ഒരിക്കലും ദൈവത്തെ അനുസരിക്കാൻ മനസ്സ് കാണിച്ചവരല്ല. അവരെ സംബന്ധിച്ച് ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ല. സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം താല്പര്യത്തിനും സ്വന്തം ഹിതത്തിനുമൊക്കെ അനുസരിച്ച് ജീവിച്ചവരാണ് ജാതികളായ മനുഷ്യർ. അവർക്ക് അവരുടേതായ ദൈവങ്ങളുണ്ടായിരുന്നു, അവർക്ക് അവരുടേതായ മതങ്ങളുണ്ടായിരുന്നു, അവരുടേതായ പാരമ്പര്യങ്ങളും ആചാരങ്ങളും രീതികളും മര്യാദകളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പാരമ്പര്യങ്ങളും മര്യാദകളും ആചാരങ്ങളുമൊക്കെ ജാതികൾ പിന്തുടർന്നു പോന്നപ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യനെ വെറുതെ തള്ളിക്കളയാൻ ദൈവത്തിന് മനസ്സില്ല. അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു ഈ ജനത്തോട് കരുണ കാണിക്കണം. അങ്ങനെ ദൈവം അവരോട് കരുണ കാണിക്കാനായി മനസ്സ് വയ്ക്കുമ്പോൾ അതിന് ദൈവം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോംവഴി ദൈവത്തിൻ്റെ ജനതയായ ഇസ്രായേൽ ജനം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ അല്പകാലത്തേക്ക് അവരെ അങ്ങ് മാറ്റി നിർത്തി. അപ്പോൾ ഇവിടെ നിങ്ങൾ ആ ബാലൻസ് ശ്രദ്ധിക്കണം. ഒരു ഭാഗത്ത് ഇസ്രായേൽ ജനം നിൽക്കുന്നു, അത് ദൈവത്തിൻ്റെ ജനതയാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. അവരനുസരിക്കണം. പക്ഷേ അനുസരിക്കാൻ അവർ തയ്യാറായില്ല. ദൈവത്തോട് മത്സരിച്ചു. ദൈവത്തോട് മത്സരിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്തപ്പോൾ അവരോട് ദൈവം കാഠിന്യമായി പ്രവർത്തിക്കുന്നു. ഇനി മറുഭാഗത്ത് നിൽക്കുന്ന ജാതികളെ നിങ്ങൾ ശ്രദ്ധിക്കൂ. അവർക്ക് ദൈവിക ന്യായപ്രമാണങ്ങളില്ല. ദൈവം അരുളി ചെയ്ത മര്യാദകളോ ദൈവത്തിൻ്റെ നിയമങ്ങളോ അവരുടെ പക്കലില്ല. അതുമാത്രമല്ല, അവർ ദൈവത്തെ അനുസരിക്കാതിരിക്കുന്ന ഒരു കാലമാണ്. ദൈവമായിട്ട് അവർക്കൊരു ബന്ധമില്ല.
അനുസരിക്കേണ്ട യഹൂദന്മാർ ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്തു. ഈ ജാതികൾക്ക് കരുണ ലഭിക്കാൻ അവസരം കൊടുത്തു. അങ്ങനെ ജാതികൾക്ക് കരുണ ലഭിക്കാൻ അവസരം കിട്ടിയതിൻ്റെ കാരണം അനുസരിക്കേണ്ട ഇസ്രായേൽ ജനം അനുസരിക്കാതെ പോയത് കൊണ്ടാണ്. അവർ ദൈവത്തോട് മത്സരിച്ചത് കൊണ്ടാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ ഇസ്രായേൽ ജനത്തെ ദൈവം അല്പകാലത്തേക്ക് മാറ്റി നിർത്തി. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർക്കല്പം കാഠിന്യം ഭവിച്ചു. ദൈവം അവരോട് അല്പം കഠിനമായിട്ടൊന്ന് ഇടപെട്ടു, കഠിനമായിട്ട് പ്രവർത്തിച്ചു. അതിന് മറുവശം ശ്രദ്ധിക്കണം. അവർക്ക് ദൈവത്തിൽ നിന്ന് കാഠിന്യം ലഭിച്ചപ്പോൾ ജാതികളായ 10,000 ലക്ഷക്കണക്കിന് ആളുകൾ ഈ ദൈവകൃപയിലേക്ക് വരാൻ ഒരു യോഗ്യതയില്ല, യാതൊരു യോഗ്യതയില്ല. യഹൂദന്റെ ഭാഷയിൽ പറഞ്ഞ നരകത്തിയിലേക്ക് എറിഞ്ഞു കളയേണ്ട വിറകുകൊള്ളികളാണ് ഇവരൊക്കെ. അവർക്കൊരിക്കലും ദൈവകൃപയിലേക്ക് വരാൻ പറ്റില്ല. ദൈവത്തെ കണ്ടുമുട്ടാൻ, ദൈവത്തെ അനുസരിക്കാൻ, ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഒരു സാധ്യതയില്ലാത്തവരാ. പക്ഷേ അവർക്ക് ദൈവം കരുണ കൊടുത്തു. ഇസ്രായേലിൻ്റെ അനുസരണക്കേടിനാൽ ജാതികൾക്ക് ദൈവം കരുണ ലഭിക്കുവാൻ ഇടയാക്കി. അപ്പോൾ അവരെ ഇസ്രായേലിനെ മാറ്റി നിർത്തി. ദൈവം ജാതികൾക്ക് കരുണ ലഭിക്കുവാൻ ഇടയാക്കി. അതാണ് ദൈവത്തിന് ജനറോസിറ്റി എന്ന് പറയുന്നത്. അതാണ് ദൈവത്തിന് മഹാമനസ്കത. ആ മഹാമനസ്കത, ദ ജനറോസിറ്റി ഓഫ് ഗാഡ്, ആ മഹാമനസ്കത സത്യം പറഞ്ഞാൽ നമ്മൾ എത്ര ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടത്. പൗലോസ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിന് ഒരു കാരണം ഇതാണ്. ഇറ്റ് ഈസ് ദി ജനറോസിറ്റി ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ആർദ്രത, ദൈവത്തിൻ്റെ മഹാമനസ്കത. സത്യം പറഞ്ഞാൽ യഹൂദനെയും ജാതിയെയും ദൈവം ഒരേ നിലവാരത്തിൽ കൊണ്ടുവരല്ലേ. ജാതിയെ മാറ്റി നിർത്തിയ യഹൂദൻ്റെ അതേ നിലവാരത്തിലേക്ക് ജാതികളെയും കൂടെ കൊണ്ടുവരാൻ ദൈവം തയ്യാറായി. ഇപ്പം ജാതിയും യഹൂദനും തമ്മിൽ ഒരു വ്യത്യാസമില്ല. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ യഹൂദനെന്നോ യവനനെന്നോ യാതൊരു വ്യത്യാസമില്ല, ഒരു വ്യത്യാസമില്ല. വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ആ കാലങ്ങളെയൊക്കെ ദൈവം മാറ്റി. ജാതികൾക്ക് ദൈവം കരുണ കൊടുത്തപ്പോൾ യഹൂദനെയും ജാതിയെയും ഒരേ നിലവാരത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. ഇവിടെ വലിപ്പച്ചെറുപ്പങ്ങളില്ല, ഇവിടെ ഉന്നതനും താഴ്ന്നവനുമില്ല, പണ്ഡിതനില്ല പാമരനില്ല, ധനവാനില്ല ദരിദ്രനില്ല, എല്ലാവരും ഒരുപോലെയാണ്. ഏത് ജാതി, ഏത് മതം, ഏത് വർഗം, ഏത് വർണ്ണം, ഏത് ഭാഷ, ഏത് രാജ്യം, ദൈവസഭയിൽ ഇതിനൊന്നിനും യാതൊരു പ്രസക്തിയുമില്ല. യഹൂദനെയും ജാതിയെയും ഒരേ തട്ടിൽ കൊണ്ടുവരാൻ, ഒരേ നിലവാരത്തിൽ കൊണ്ടുവരാൻ ദൈവത്തിൻ്റെ ആർദ്രതയും മഹാമനസ്കതയും കാരണമാക്കിയെങ്കിൽ എന്തിനാ ഇന്ന് ഈ വർഗവർണ്ണ വ്യത്യാസങ്ങളൊക്കെ ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ പിന്തുടരാൻ മനുഷ്യൻ തയ്യാറാകുന്നത്? അങ്ങനെയൊന്നും ഇല്ലല്ലോ. എല്ലാവരും തുല്യരല്ലേ, എല്ലാവരും ഒരുപോലെയല്ലേ, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളല്ലേ. സത്യം പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ ആർദ്രതയും മനസ്സിലും അല്ലേ ഒരു യോഗ്യതയില്ലാത്ത ജാതികൾക്ക് കർത്താവിൻ്റെ മക്കളായി തീരാൻ അവസരമുണ്ടായത്. അങ്ങനെ ഒരു ഭാഗ്യവും പദവിയും ലഭിച്ചവർ എങ്ങനെ മറ്റുള്ളവരെ അകറ്റി നിർത്താൻ മനസ്സ് കാണിക്കും? എങ്ങനെ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ മനസ്സ് കാണിക്കും? എങ്ങനെ മറ്റുള്ളവരെ അപമാനിക്കാൻ മനസ്സ് കാണിക്കും? പ്രിയമുള്ളവരെ, കാൽവരി ക്രൂശിൽ കർത്താവ് രക്തം ചിന്തി ജാതികൾക്ക് ദൈവകൃപയിലേക്ക് വരാൻ അവസരം കൊടുത്തെങ്കിൽ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ ദാറ്റ് ഈസ് ദ ജനറോസിറ്റി ഓഫ് ഗാഡ്. അതാണ് ദൈവത്തിൻ്റെ മഹാമനസ്കത, അതാണ് ദൈവത്തിൻ്റെ കരുണ. നമുക്ക് ദൈവം ആ മഹാകരുണ തന്നല്ലോ. ആ ദൈവകരുണയുടെ മഹത്വം അനുഭവിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായല്ലോ. ദൈവത്തിൻ്റെ ആർദ്രത, ദൈവത്തിൻ്റെ കരുണ. ഒരുപാട് വാക്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് വായിക്കാനുണ്ടെങ്കിലും ഞാൻ എല്ലാ വാക്യങ്ങളിലേക്കും പോകാൻ ആഗ്രഹിക്കുന്നില്ല. 86-ാമത്തെ സങ്കീർത്തനം 5-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ 86-ാമത്തെ സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ദാസനായ ആ സംഗീതജ്ഞൻ പറയുകയാണ്, ഹിസ് മേഴ്സി ഈസ് പ്ലെന്റിയസ്. ദൈവത്തിൻ്റെ കരുണ
ധാരാളമാണ്. അത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. ദേ ആർ പ്ലെന്റി, ദേ ആർ സോ മെനി. ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമ്പറിടാൻ ആർക്കും പറ്റില്ല. അത്രയധികമാണ് ദൈവത്തിൻ്റെ കരുണ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മഹാദൈവകൃപ, ആ ദൈവത്തിൻ്റെ കരുണ, അതിനെയൊക്കെ ഓർത്തല്ലേ സത്യത്തിൽ ദൈവത്തിന് നന്ദി പറയണ്ടേ? ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 78-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഹിസ് മേഴ്സി ഈസ് ടെൻഡർ. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ആ മഹാമനസ്കത, ആർദ്രത, അത് മനസ്സലിവാണ്. അത് വലിയ മനസ്സലിവുള്ളതാണ്. ഇറ്റ് ഈസ് ദ ടെൻഡർ മേഴ്സി ഓഫ് ഗാഡ്. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറയുന്നു, ദ മേഴ്സി ഓഫ് ഗാഡ് ഈസ് അബണ്ടന്റ്. ധാരാളമാണ്, അബണ്ടന്റ്. എന്തോരം അനുഭവിക്കണമോ അത്രയധികം കരുണയാണ് സത്യം പറഞ്ഞ ദൈവം നമുക്കൊക്കെ തരുന്നത്. എന്തൊരു യോഗ്യതയാ, എന്തൊരു പദവിയാ നമ്മോട് ദൈവം കാണിച്ചത് എന്ന് നമ്മൾ മറന്നു പോകരുത്. റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ദാസനായ പൗലോസ് പറഞ്ഞു, ഐ വിൽ ഹാവ് മേഴ്സി ഓൺ ഹും ഐ വിൽ ഹാവ് മേഴ്സി. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നുന്നു. ദൈവത്തിന് ആരോട് വേണമെങ്കിലും കരുണ തോന്നാം. അവിടെ യാതൊരു വ്യത്യാസങ്ങളും ദൈവത്തിനില്ല. യഹൂദനെന്നില്ല, യവനെന്നില്ല, ജാതിയനെന്നില്ല, ദൈവത്തിൻ്റെ സ്വന്തമെന്നൊന്നുമില്ല. എല്ലാവരോടും ദൈവത്തിന് കരുണ തോന്നുന്നു. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നുന്നു എന്നാണ് ദൈവത്തിനെ പഠിപ്പിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദാറ്റ് ഈസ് ദ ജനറോസിറ്റി ഓഫ് ഗാഡ്. സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആർദ്രത, ആ കരുണ നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ദൈവം കരുണയുള്ളവനാണ്. എല്ലാവരോടും ദൈവം ആർദ്രതയുള്ളവനാണ്. മഹാമനസ്കനാണ് ദൈവം. ദൈവത്തിൻ്റെ ആ മഹാമനസ്കതയും കരുണയും അനുഭവിപ്പാൻ ജാതികൾക്ക് ദൈവം കൊടുത്ത ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനം 59 അതിൻ്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഐ വിൽ സിംഗ് ഔട്ട് ലൗഡ് ഓഫ് ദൈ മേഴ്സീസ്. അവിടുത്തെ കരുണകളെ ഞാൻ എൻ്റെ ഉച്ചസ്വരത്തിൽ പാടുമെന്നൊക്കെയാണ്. ഉന്നതമായ ശബ്ദത്തിൽ അങ്ങയുടെ കരുണയെ ഓർത്ത് ഞാൻ സ്തുതിപ്പാടും എന്നാണ് സംഗീതജ്ഞൻ ഓർപ്പിക്കുന്നത്. സങ്കീർത്തനം ധാരാളം വാക്യങ്ങൾ നമുക്ക് കർത്താവിൻ്റെ കരുണയെ പ്രകീർത്തിക്കുന്നത് വായിക്കാൻ കഴിയുന്നുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ കർത്താവ് ദൈവത്തിന്റെ ദാസനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, അവർ ഗാഡ് ഈസ് ദ ഫാദർ ഓഫ് മേഴ്സീസ്. കരുണയുള്ള പിതാവായ ദൈവം, കരുണയുള്ള ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയും ആർദ്രതയും നമുക്ക് തീർച്ചയായും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. അപ്പം പൗലോസിൻ്റെ 3-ാമത്തെ പ്രധാനപ്പെട്ട ആശയമെന്ന് പറയുന്നത് ഗാഡ് ഹാസ് ജനറോസിറ്റി. പൗലോസ് ദൈവത്തിന് 11-ാം അധ്യായത്തിന് ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിനെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ആ ഡോക്സോളജിയുടെ പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിന് മഹാമനസ്കത ഓർത്തുകൊണ്ടാണ്. അപ്പോൾ ദൈവം പരമാധികാരിയാണ്, ദൈവം ഇൻ്റഗ്രിറ്റി ഉള്ളവനാണ്. 3, ദൈവം മഹാമനസ്കതയുള്ളവനാണ്. ആ കരുണ ലഭിപ്പാൻ ദൈവം ജനത്തിന് കൊടുത്ത, ജാതികൾക്ക് കൊടുത്ത വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പൗലോസ് ഒരുപാട് കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പല ഭാഗങ്ങളിലും പങ്കുവെക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ അതിലെ എല്ലാ വാക്യങ്ങളിലേക്കും പോകാനായി സമയമെടുക്കുന്നില്ല. ഇന്ന് ഈ വേദഭാഗങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത് കൊണ്ട് ആ ചിന്ത മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അപ്പോൾ 3 കാര്യങ്ങൾ ഓൾറെഡി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. ദൈവമക്കൾ അത് മനസ്സിലാക്കുന്നു എന്ന് ഞാനും മനസ്സിലാക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വചനം ഇങ്ങനെ ധ്യാനിപ്പാൻ കർത്താവ് തരുന്ന ഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും ഒടുവിലായി പൗലോസ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, 4-ാമത്തെ കാരണം, ദാറ്റ് ഈസ് ദ ഇൻകോംപ്രിഹെൻസിബിലിറ്റി ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ അപ്രമേയത്വം മനസ്സിലാക്കിക്കൊണ്ടാണ് പൗലോസ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ പരമാധികാരത്തിന് മഹത്വം കൊടുക്കണം. ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്നതിന് ദൈവത്തിന് മഹത്വം കൊടുക്കണം.
ദൈവം മഹാമനസ്കതയുള്ളവനായതുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഒടുവിൽ പൗലോസ് പറയുകയാണ് ദൈവത്തിന് ഇൻകോംപ്രിഹെൻസിബിലിറ്റി. ആ വാക്യം വളരെ മനോഹരമായി പൗലോസ് എഴുതുന്നുണ്ട്. അത് 33 വാക്യമാണ്. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവും ആകുന്നു. പൗലോസ് ഏറ്റവും ഒടുവിലായി ദൈവത്തിന് മഹത്വം, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന, അതൊക്കെ കൊടുക്കാൻ തയ്യാറാകുന്നതിന് കാരണം ദാറ്റ് ഈസ് ദ ഇൻകോംപ്രിഹെൻസിബിലിറ്റി ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ പൗലോസ് പറയുന്നത് ദൈവത്തെ മനസ്സിലാക്കാൻ ഇൻകോംപ്രിഹെൻസിബിലിറ്റിയാണ്. ദൈവത്തെ മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ, അറിയാൻ മനുഷ്യന് കഴിയുന്നില്ല. അപ്രമേയമാണ്, അഗോചരമാണ് ദൈവം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, പൗലോസിൻ്റെ ഫോക്കസ് ഈ സർവശക്തനായ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നത് വെറുതെ പ്ലെയിനായൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയല്ല. പകരം പൗലോസ് പറയുന്നത് അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു എന്ന് വെച്ചാൽ അറിയാത്ത ദൈവത്തെക്കുറിച്ചല്ല പൗലോസ് പറയുന്നത്. പകരം ദൈവം തന്നെ വെളിപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ആ ന്യായവിധികൾ, ദൈവത്തിൻ്റെ വഴികൾ, അതുപോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നാണ്. ദൈവത്തിൻ്റെ ന്യായവിധികൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ വഴികൾ അത് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും മനുഷ്യന് കഴിയില്ലെന്ന്. അപ്പോൾ വെളിപ്പെടുത്താത്ത കാര്യത്തെക്കുറിച്ചല്ല, വെളിപ്പെടുത്തപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ആ വെളിപ്പെടുത്തപ്പെട്ട കാര്യത്തെക്കുറിച്ച് പോലും സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ ദൈവം എത്ര ശ്രേഷ്ഠനാണെന്ന് പൗലോസ് വിശദീകരിക്കാനായി ശ്രമിക്കുക. വെളിപ്പെടുത്തപ്പെട്ട കാര്യങ്ങളുണ്ട്, വെളിപ്പെടുത്തപ്പെടാത്ത കാര്യങ്ങളുണ്ട്. വെളിപ്പെടുത്തപ്പെടാത്ത കാര്യങ്ങളെക്കുറിച്ച്, അൺറിവീൽഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയും, അയ്യോ അതെനിക്ക് മനസ്സിലാവുന്നില്ല, ഗ്രഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ വെളിപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ അത് ദൈവത്തിൻ്റെ വഴിയാകാം, ദൈവത്തിൻ്റെ ന്യായവിധിയാകാം, ദൈവത്തിൻ്റെ ഏത് ഇടപാടുമാകാം. അത് മനസ്സിലാക്കാൻ പോലും, വെളിപ്പെടുത്തപ്പെട്ടത് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതാണ് പൗലോസ് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് 92-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 92-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം, യഹോവേ നിന്റെ പ്രവർത്തികൾ എത്ര വലിയവയാകുന്നു, നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മൃഗപ്രായന മനുഷ്യനത് അറിയുന്നില്ല, മൂഢൻ അത് ഗ്രഹിക്കുന്നില്ല. അത്ര വലുതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ദൈവത്തിൻ്റെ ആ പ്രവൃത്തിയെ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും നമുക്ക് പറ്റുന്നില്ല. അഗാധമായ ദൈവത്തിൻ്റെ അത്യന്തം അഗാധമായ, സോ ഡീപ്പ്, അത്യന്തം അഗാധമായ ദൈവത്തിൻ്റെ പ്രവർത്തികൾ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് ദൈവത്തിൻ്റെ ആ ജ്ഞാനത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, മൂഢനായ മനുഷ്യന് ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികളെ, ന്യായവിധികളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പൗലോസ് ഇവിടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതിൻ്റെ കാരണം, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വഴികളുടെ ശ്രേഷ്ഠതയാണ്. വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിൻ്റെ വഴികൾ, ദൈവത്തിൻ്റെ വിചാരങ്ങൾ, ആ വിചാരങ്ങളും വഴികളും ഓർത്ത് ദൈവത്തിന് പൗലോസ് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വഴികളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ പാതകൾ ആകാശത്തുണ്ട്, ദൈവത്തിൻ്റെ പാതകൾ സമുദ്രത്തിനകത്തുണ്ട്. അങ്ങനെയൊക്കെയാണ് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നത്. 77-ാമത്തെ സങ്കീർത്തനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. 77-ാം സങ്കീർത്തനം
അതിൻ്റെ 19-ാമത്തെ വാക്യം. അവിടെ ദൈവത്തിൻ്റെ ദാസൻ പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു, നിന്റെ കാൽച്ചുവടുകളെ അറിയാതെയുമിരുന്നു. സമുദ്രത്തിൽ ദൈവത്തിന് വഴിയുണ്ട്, പെരുവെള്ളത്തിലും ദൈവത്തിന് പാതയുണ്ട്. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. നമുക്കതൊന്നും അറിയാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇന്ന് നിങ്ങളും ഞാനും ഒക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവം നടത്തിക്കൊണ്ടുവന്ന ആ വഴികൾ എത്ര അഗോചരമാണ്, എത്ര ശ്രേഷ്ഠമാണ്. നമ്മളതിന് പിന്നാലെ യാത്ര ചെയ്ത് പോന്നപ്പോൾ പലതും ദൈവം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒന്നൊന്നായി തുറന്നു തന്നതല്ലേ, നമ്മളതിൻ്റെ പിന്നാലെ വന്നതാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെക്കൊണ്ട് പറ്റില്ല, ഇതൊന്നും മനസ്സിലാക്കാൻ നമ്മളെക്കൊണ്ട് പറ്റില്ല, ഇത് ഗ്രഹിക്കാൻ നമുക്ക് പറ്റില്ല. അത്ര ശ്രേഷ്ഠമായി ദൈവം നമ്മെ നടത്തിക്കൊണ്ടു വന്നതല്ലേ. പൗലോസ് റോമിലുള്ള ദൈവമക്കളോട് പറയുകയാണ്, ദൈവത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട ന്യായവിധികളൊക്കെ അഗോചരമാണ്, അവൻ്റെ വിചാരങ്ങൾ, അവൻ്റെ വഴികൾ അത്യന്തം അഗാധമായതാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറയുന്നത്: ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. അടുത്ത വാക്യത്തിൽ 34-ാം വാക്യം: കർത്താവിൻ്റെ മനസ്സറിഞ്ഞവൻ ആര്? അവന് മന്ത്രിയായിരുന്നവനാർ? അവന് വല്ലത് മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആര്? പൗലോസിൻ്റെ ആ ചോദ്യത്തിൻ്റെ കാരണം മനുഷ്യനെ കൊണ്ട് അതിന് സാധ്യമല്ല എന്നതുകൊണ്ടല്ലേ. ദൈവത്തെ നിയന്ത്രിക്കാനോ പഠിപ്പിക്കാനോ ദൈവത്തിന് ജ്ഞാനോപദേശം കൊടുക്കാനോ ക്ഷണികനായ മനുഷ്യന് കഴിയില്ലെന്ന് മനസ്സിലാക്കണം. മനുഷ്യൻ എത്രയധികം വളർന്നാലും, ശാസ്ത്രലോകം എങ്ങനെയൊക്കെ വളർന്നാലും, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഇന്നും വളരെ ചെറുതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. കാരണം ദൈവം അത്ര ശ്രേഷ്ഠനാണ്, ഇൻകോംപ്രിഹെൻസിബിളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റും. കർത്താവിൻ്റെ സന്നിധിയിൽ പൗലോസായി ഈ കാര്യങ്ങളൊക്കെ ആ ദൈവജനത്തെ ഓർപ്പിക്കുമ്പോൾ ഒരുപാട് വാക്യങ്ങളൊക്കെ പങ്കുവെക്കാനുണ്ടെങ്കിൽ ഞാനതൊക്കെ വിടുകയാണ്. അതിൻ്റെ കാരണം ഈ വാക്യങ്ങളിലേക്കൊക്കെ പോയാൽ ദൈവത്തിൻ്റെ അപ്രമേയത്തെക്കുറിച്ച് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. കാരണം അത്ര വലിയവനാണ് ദൈവം, അത്ര ശ്രേഷ്ഠനാണ് ദൈവം. അപ്പോൾ ഇസ്രയേലിലുള്ള ബന്ധത്തിലാണല്ലോ നമ്മളിതൊക്കെ പറഞ്ഞു വരുന്നത്. എന്താ ദൈവത്തിൻ്റെ ഇൻകോംപ്രിഹെൻസിബിലിറ്റി, ആ അപ്രമേയത്വം എന്ന് ചോദിച്ചാൽ ഇസ്രയേലുള്ള ബന്ധത്തിൽ പറയാനുള്ള ഒറ്റ വാക്യം ഇത് മാത്രമേ ഉള്ളൂ. ദൈവം എന്താ ചെയ്യുന്നതെന്നൊന്നും മനസ്സിലാക്കാൻ ഒരുപക്ഷെ നമ്മളെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. ഇസ്രയേലിനെ കുറ്റം പറയുമ്പോഴും ജാതികൾക്ക് അവസരം കൊടുക്കുന്നു എന്ന് യഹൂദന്മാർ പറഞ്ഞാലും ഈ ദൈവത്തെ ചോദ്യം ചെയ്യാൻ മനുഷ്യനായ നിങ്ങൾ ഞാനൊക്കെ ആരാ? ദൈവമെല്ലാം തൻ്റെ ഹിതം പോലെ ചെയ്യുന്നു, ഭംഗിയായിട്ട് ചെയ്യുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾ പരമാധികാരത്തോടെ ദൈവം നിവർത്തിക്കുന്നു. ആ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ മനുഷ്യനായി പിറന്നവർക്ക് സാധ്യമല്ല. ആകെ ചെയ്യാൻ കഴിയുന്ന ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിന് മഹത്വം കൊടുക്കുക. 36-ാമത്തെ വാക്യം. അതുകൊണ്ട് പൗലോസ് ഈ പറഞ്ഞു വന്ന കാര്യങ്ങളെയെല്ലാം ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ മനസ്സ് തുറന്ന് ദൈവത്തെ ആരാധിക്കുക. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നുവല്ലോ. സകലവും ദൈവത്തിങ്കിൽ നിന്നാണ്, സകലവും ദൈവത്താലാണ്. ഇതിൻ്റെ അന്ത്യം ദൈവത്തിങ്കലേക്കാണ്. ആ ദൈവത്തിന് എന്നേക്കും മഹത്വം ഉണ്ടാവട്ടെ. ഇന്ന് ഈ ചിന്തകൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ ബഹുമാന്യരായ ശ്രോതാക്കൾ മറന്നു പോകാതെ ഓർക്കുക, സർവശക്തനായ ദൈവം സകലവും നന്നായി ചെയ്യുന്നു, സകലവും ദൈവത്താൽ സംഭവിക്കുന്നു. എല്ലാറ്റിൻ്റെയും ക്ലൈമാക്സ് ദൈവത്തിങ്കലാണ്. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതല്ലേ അഭികാമ്യം? മസിൽ പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ദൈവത്തിന് മുമ്പിൽ യാതൊന്നിനെക്കുറിച്ചും സങ്കടപ്പെടേണ്ട കാര്യമില്ല. ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കേണ്ടതില്ല. എല്ലാം ദൈവം ഭംഗിയായി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി ദൈവഹിതത്തിന് വേണ്ടി
സമർപ്പിക്കുക എന്നതാണ് നിങ്ങൾക്കും എനിക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ദൈവത്തിന് സകല ആരാധനയും എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും. പ്രിയപ്പെട്ടവരെ, ദൈവം പരമാധികാരിയാണ്. ആ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റില്ല. ദൈവം വാഗ്ദത്തം നിവർത്തിക്കുന്നവരാണ്. ആകാശം മാറിയാലും ഭൂമി മാറിപ്പോയാലും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല. ദൈവം മഹാമനസ്കനാണ്. ദൈവത്തിൻ്റെ ആർദ്രതയുള്ള മനസ്സലിവ്, കരുണ, അത് ലഭിക്കാൻ ഈ ഒരു അർഹതയും നമുക്കില്ല. പക്ഷെ ദൈവം നമുക്കത് തന്നു. ഏറ്റവും ഒടുവിലായി ഈ ദൈവത്തെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ ചിന്തകളെക്കാളും വിചാരങ്ങളെക്കാളും അറിവിനേക്കാളും എല്ലാം എത്രയോ ഉന്നതനാണ് സർവശക്തനായ ദൈവം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, അപാതാര ബിന്ദങ്ങളിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചിട്ട് അവിടുത്തെ ആ ഹിതത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് മാത്രമാണ്. നിങ്ങൾ ഞാനും ആഹ്വാനം ചെയ്യുന്ന അതിനു വേണ്ടിയാണ്. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട, അവിടുത്തെ ഇഷ്ടം മാത്രം മതി. എൻ്റെ താല്പര്യങ്ങളോ എൻ്റെ ഹിതങ്ങളോ ഒന്നും നടക്കണ്ട. എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഹിതം, ആ താല്പര്യം നടക്കട്ടെ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. ഇസ്രായേലുള്ള ബന്ധത്തിൽ ദൈവം കാഠിന്യം അനുഭവിപ്പിച്ച് അവരെ മാറ്റി നിർത്തിയപ്പോൾ ജാതികൾക്ക് കർത്താവിനെ കണ്ടുമുട്ടാൻ ദൈവ കുടുംബത്തിൽ പ്രവേശിപ്പാൻ അവസരം ലഭിച്ചു. ആ അവസരം എങ്ങനെയാണെന്നൂടെ ഒരു വാക്യം പറഞ്ഞിരുന്ന് അവസാനിപ്പിക്കട്ടെ. ജാതികൾക്ക് ഈ ദൈവകൃപയിലേക്ക് വരാൻ അവസരമുണ്ടായത് കർമ്മമാർഗം കൊണ്ടല്ല, നമ്മുടെ നീതി പ്രവൃത്തി കൊണ്ടല്ല, മാനുഷികമായി ചെയ്തു കൂട്ടിയ ഒരു നല്ല കാര്യം കൊണ്ടൊന്നുമല്ല ഈ ദൈവകൃപയിലേക്ക് വരാൻ അവസരം ലഭിക്കുന്നത്. തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ചതുകൊണ്ടോ ഈ ലോകത്തിൽ ധാരാളം പണം ദൈവസംബന്ധമായി മുടക്കിയത് കൊണ്ടൊന്നുമല്ല ദൈവഭവനത്തിലേക്ക് വരാൻ അവസരമുണ്ടാകുന്നത്. ദൈവം തൻ്റെ ഓമനകുമാരനെ, കർത്താവായ യേശുക്രിസ്തുവിനെ മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് കാൽവറിയുടെ കുലക്കളത്തിൽ തകർത്തതുകൊണ്ടാണ്. രണ്ട് കള്ളന്മാരുടെ മധ്യേ തലയിൽ മുൾക്കിരീടം ചൂടിക്കൊണ്ട് പുറമുഴുവുജാലികളെ പോലെ കീറി രക്തം ധാരധാരയായി ഒഴുകി ആകാശത്തിന് ഭൂമിക്ക് മധ്യേ ഒരു ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിപ്പാനിടയായി. ആ കാൽവരി ക്രൂശിൽ കിടക്കുമ്പോൾ നമ്മുടെ കർത്താവ് യാതൊരു പരിഭവവും പറഞ്ഞില്ല, യാതൊരു ആരോപണവും നടത്തിയില്ല. മഹാമനസ്കതയുള്ള കർത്താവ് ക്ഷമയോടെ, താഴ്മയോടെ, സ്നേഹത്തോടെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചു. അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി ഊറ്റി, ചോര മുഴുവൻ ഊറ്റി തന്നു. എന്നിട്ട് നമ്മോട് ദൈവം ക്ഷമിച്ചു. യേശുക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി, പാപയാഗമായി. ഇനി ഒരു യാഗം ശേഷിക്കുന്നില്ല. തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകണ്ട, കർമ്മമാർഗങ്ങൾ ചെയ്ത് രക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കണ്ട, മാനുഷികമായി ഒരു കാര്യവും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ യേശു മരിച്ചത്. നിങ്ങളാകെ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മനസ്സ് തുറന്ന് നിങ്ങൾ ആ കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു കാൽവറി മരിച്ചത്. എനിക്ക് വേണ്ടിയാണ് അവിടുന്ന് ആ ചോര ഊറ്റി തന്നത്. എന്നെ അങ്ങയുടെ ആ രക്തം കൊണ്ട് കഴുകണമെന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ രക്ഷകനായി, എൻ്റെ കർത്താവായി വരണമെന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ദൈവ കുടുംബത്തിൽ ഒരംഗമാവും. അത്ര മഹാമനസ്കതയാണ് ദൈവത്തിന്. നിങ്ങൾ ആരും ആകട്ടെ, നിങ്ങളുടെ ജീവിതം എങ്ങനെ തകർന്നതും ആകട്ടെ, നിങ്ങളുടെ ജീവിതം എങ്ങനെയൊക്കെ തകർന്ന് തരിപ്പണമായതും ആകട്ടെ,
ഏത് പാപ സ്വഭാവമുള്ളവരുമാകട്ടെ, നിങ്ങളെ കർത്താവ് മാടി വിളിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിലേക്ക് വന്നിട്ട് ജീവിതത്തെ സമർപ്പിച്ചിട്ട് നിങ്ങൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ നിങ്ങളോട് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ആ കണ്ണുകൾ അടച്ച് നിങ്ങൾ എവിടെയാണെങ്കിലും ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചാൽ ഇന്ന് നിങ്ങളും ദൈവ കുടുംബത്തിൻ്റെ ഭാഗമാവും. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവമുഖത്തേക്ക് നോക്കുന്നു. ഇത്ര വലിയ കരുണ തരാൻ ഞങ്ങൾക്ക് യോഗ്യതയൊന്നുമില്ല. കാൽവറി ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയ ചോര, അവസാനത്തുള്ളി രക്തം ഞങ്ങൾക്ക് വേണ്ടി ഊറ്റിത്തന്ന് ഞങ്ങൾക്ക് വേണ്ടി പാപയാഗമായി മാറിയ ഞങ്ങളുടെ കർത്താവിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം. കർത്താവേ, ഇതനുഭവിക്കാത്തവർ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഹൃദയങ്ങളോട് ദൈവാത്മാവ് ഇടപെടണമേ. അവരെയും ദൈവമക്കളാക്കി തീർക്കണമേ. അവരുടെ പാപക്കറകളെ കഴുകണമേ. അവരുടെ രക്ഷകനും കർത്താവുമായി അവരുടെ ഹൃദയത്തിൽ അങ്ങ് വസിക്കണമേ. ഞങ്ങൾക്ക് തന്ന ഈ പദവിക്കായി സ്തോത്രം. ഞങ്ങളെല്ലാ മഹത്വവും ഞങ്ങളുടെ കർത്താവിന് തരുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ വഴി നടത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധന്മാവിൻ്റെ സംസർഗവും കാവലും നമ്മെല്ലാവരോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാൻ അടുത്തയാഴ്ച ഇതേ സമയത്ത് കർത്താവിൻ്റെ പാദമെടുത്ത് നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. അതുവരെ കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ ദൈവം നിങ്ങളെ മറക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ഗാഡ് ബി വിത്ത് യു. സമാധാനത്തോടെ പോകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.